ചെറിയൊരു ഔട്ടിംഗ് ആയിട്ട് പുറത്തേക്കും പോയാണ് നമ്മളുടെ ഒരു സ്ഥലത്തേക്കും പോണേ അല്ലേ? അപ്പൊ ഹായ് അകത്തേക്ക് കയറി എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഭക്ഷണം മേടിച്ച് വന്ന് വെജ് പുലാവ്, ചിക്കൻ റോസ്റ്റ്, ബീഫ് വിന്താലു. ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വീട്ടിലൊന്നുള്ള ഇൻട്രോ ആണ്. അതായത് നമ്മൾ കാറിന്റെ ഉള്ളിലാണ്, നമ്മൾ സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് ആയിട്ട് പുറത്തേക്കും പോവുകയാണ്, നമ്മളുടെ ഒരു സ്ഥലത്തേക്കും പോണേ അല്ലേ? അപ്പൊ എവിടെയാണ് പോണത് നമ്മ? സ്ഥലവും സർപ്രൈസ് ആയിരുന്നു. ഞങ്ങള് പള്ളൂരത്തില് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു സബ്സ്ക്രൈബറുടെ വീട്ടില് മോന്റെ കല്യാണം അപ്പൊ ഇന്ന്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോയി നമ്മുടെ കല്യാണത്തിനൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നട്ടാ, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോണത്. തക്കുനൊക്കെ കുറെ ദിവസമാണ്. തക്കു കടക്കരക്കൊന്നും വരാറില്ല ഇപ്പൊ. തക്കു ഇപ്പൊ ഫുൾ ടൈം അവിടെ, ഞങ്ങൾ മാത്രം അങ്ങോട്ട് പോവാറുള്ളൂ. അയ്യോ തലമുടി കെട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. കെട്ട് കഴിയുന്നുണ്ട് വീട്ടിൽ ഓരോരുത്തരും തീരുമാനിച്ച സാരി ഒന്നും എല്ലാവരും മാറി തമ്മിൽ മാറി തിരിച്ചു കൊന്നപ്പോ സമയം പോയി. എല്ലാവരും മണിക്കാണ് കെട്ട്. എല്ലാവർക്കും സാരികളൊക്കെ നല്ല പരിചയമായിരിക്കും അല്ലേ? അപ്പൊ പരിചയം പുലർത്താം, നമുക്ക് ഇറങ്ങിക്കണ്ട് പുലർത്തി തരാം. അവിടെ കെട്ടിന് മുമ്പ് എത്താൻ പറ്റുമോ നോക്കട്ടെ. അതെ അതെ അതെ, നമ്മുടെ ഇവിടെ തന്നെ അടുത്താണ്, കൊച്ചിയില് 10 ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ണൂരിലാണ് നിൽക്കുന്നത്. ഇപ്പൊ കുറച്ചുകൂടി പോയി അവിടെ എത്തും. അപ്പൊ സംഭവം നമുക്ക് പോയിട്ട് ബാക്കി വിഷയങ്ങൾ പറയാം. സുധു എന്താണ് പിന്നാണ്ടിരിക്കണ? കൊറേ ദിവസത്തെ വീഡിയോ തന്നെ ചില്ലിൽ മാത്രം സംസാരിക്കുള്ളൂ. എന്ത് പറയാ, അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ കുറെ ഉണ്ട്, കാര്യങ്ങൾ നമുക്ക് കാണിക്കാം. കുറെ ദിവസമായി പുറത്തേക്ക് പോണ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് വീടിനകത്തേക്ക് എല്ലാവരും ജോലി തിരക്കിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആലോചന, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇനി പുറകെ വരുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അമ്മ എന്താണ് പരതന ചീസ് കിട്ടിയുണ്ട്. അടുത്തത് നമ്മുടെ വണ്ടിയിൽ സ്റ്റോക്ക് ഉണ്ട് ജീപ്പ് ലഡാക്കോയപ്പോ വെച്ചേക്കാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ സംഭവം അങ്ങനെ ഇട്ട കാര്യങ്ങൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോണ വഴിക്കാണ് അല്ലേ? ബാ. നമ്മളിത് ഇവിടെ എത്തിയട്ടാ. ഇവിടെ വന്ന് നമ്മള് കല്യാണം കൂടിയത് ഇവിടെ നിക്കണത് മോട. ഇത് വലിയ മോട, ഇത് കുഞ്ഞു മോട. അപ്പൊ ഞാൻ ഒരു കുഞ്ഞു മോട. സംഭവം സംഭവം ഡ്രസ് നോക്കിയേ. ഹായ്. അതെ. അപ്പൊ സംബന്ധിച്ച് നല്ല മഴക്കാരുണ്ട്. നമ്മിപ്പോ പോകുന്ന കൊച്ചിയിലാണ്. കൊച്ചിയിലാണ് നമ്മൾ കല്യാണത്തിന് വന്നേക്കണത്. ഇപ്പൊ നമ്മള് കല്യാണം കൂടിക്കഴിഞ്ഞ് പക്ഷെ നിശബ്ദതയുടെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കല്യാണത്തിന് വന്നത്. പള്ളിയിലെ കല്യാണത്തിന് ആദ്യമായിട്ടാണ് വന്നത്. അതെ കെട്ടിച്ചൊക്കെ റെഡിയാക്കി നടത്തിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് പങ്കുചേരാൻ പറ്റില്ല, സന്തോഷം. അറിയാൻ വഴിയില്ല. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. ഇതേ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ആന്റി ഒരു ഹായ് പറഞ്ഞ് വീഡിയോ. ഇതാണ് കല്യാണ ചെക്കൻ്റെ അമ്മ. കൊച്ചിയിലാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇതാണ് ചേച്ചി. എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങളിത് ഇവിടെ വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് എല്ലാവരും. പിന്നെ ഇപ്പൊ ചെക്കനും പെണ്ണും വരും. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിച്ച് അതൊക്കെ കാണിച്ചു. അവരെ കാണിക്കാം. പിന്നെ പള്ളിയുടെ അകത്തൊന്നും കാണിക്കാൻ പറ്റില്ല. പാട്ടുമൊക്കെ ഉണ്ട്, സൗണ്ട് കേൾക്കാൻ പറ്റണ്ടെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാണാം നമുക്ക് ബാക്കി വിശേഷങ്ങൾ. ഇതാണ് കേട്ടോ ചെക്കനും പെണ്ണും. ഇവിടെ എല്ലാവരും കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും കണ്ടിരിക്കും. അവിടെ എന്താണ് അവിടെ ഇവര് ഭയങ്കരമായിട്ട് സ്നേഹിക്കണത് ഇങ്ങനെയാണ്. ഇത്ര നേരം നിങ്ങൾ കണ്ടില്ലേ മുഖത്തെ എക്സ്പ്രഷൻ എന്തായിരുന്നു? നമ്മുടെ ക്യാമറയിൽ ശരിക്കും കിട്ടി. ഇതിൽ കൂടെ നോക്കിയാൽ കാണാം. അതെ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ കാണാം.
നമ്മളപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണ്ട. ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അമ്മ മേടിച്ചിട്ട് പോകുന്നുണ്ട്. ഞാൻ മേടിച്ച് വന്ന് വെജ് പുലാവ്, ചിക്കൻ റോസ്റ്റ്, ബീഫ് എന്താലു, പിന്നെ പച്ചമുളക് അച്ചാറ് അല്ലേ കഴിച്ചു തുടങ്ങിയിട്ട് ഇവിടെ എല്ലാവരും. അമ്മ കഴിച്ചു തുടങ്ങി. ചേച്ചി ഫുഡ് കഴിക്കാനിരിക്കണം. അപ്പം ഇനി ഞങ്ങളെല്ലാം കഴിക്കട്ടെ. കഴിക്കാം. നമ്മളിവിടെ എത്തിയല്ലേ? അതെ, എത്തി. എല്ലാവരും ക്ഷീണിച്ച് അവശത ഓരോ സ്ഥലത്ത് കിടക്കുണ്ടാ. അതെ, അപ്പോഴാണ് നമ്മളിവിടെ വന്നപ്പോഴേക്കും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊരു മാല വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറയുന്നത് നെക്ലറി എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് വന്നേക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെയും കൂടെയാണ്. അപ്പൊ അവളെ എനിക്കൊരു മാലയും കമ്മലും സെറ്റാണത്. അപ്പൊ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഈ ഡ്രസ്സിന്റെ കൂടെ ഇതങ്ങോട്ട് മാച്ചായിട്ട് ഇട്ട് കാണിക്കാമല്ലോ എല്ലാവർക്കും അല്ലേ? അതെ 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 അതെ. അപ്പൊ ഒന്ന് ഇട്ട് കാണിക്കാം നമുക്ക് അല്ലേ? ഒന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതെന്ന് പറയണത് നല്ല നല്ല ഫിനിഷിംഗ് ഉണ്ട്. നല്ല രസമുള്ളൊരു സംഭവമാണ്. അത്ര നമുക്കിങ്ങനെ നല്ല പ്രീമിയം ഗോൾഡൻ അതാണ് തോന്നണത്. അപ്പൊ എല്ലാ ഫിനിഷിംഗ് കൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമൊക്കെപ്പെട്ട്. അപ്പൊ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്റെ മാലയും ഇട്ടിട്ടുണ്ട്. ഇതേ ഒരു കമ്മലും ഉണ്ട് കേട്ടോ. കമ്മലും ഇത്, മാല ഇത്. ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് നെക്ലറി എന്നാണ്. അപ്പൊ താഴെ ഡീറ്റെയിൽ ഒരു നമ്പർ കൊടുത്തേക്കാം. താല്പര്യം ആരെങ്കിലും ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഓണമായിട്ട് നല്ല കളക്ഷൻസ് ഒക്കെ പുതിയതായിട്ടൊക്കെ വരുന്നുണ്ട്. അതെ. അപ്പൊ ഞാൻ കണ്ടപ്പോ എനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം താഴെ കേട്ടോ. ഓക്കെ, ഇനി ബാക്കി വിശേഷങ്ങൾ അവരകത്തോട്ട് കാണാം അല്ലേ? ബാക്കി വിശേഷങ്ങൾ കാണാം. ഹലോ, അപ്പോൾ എല്ലാവരും നമ്മുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കണമെന്ന് ഓർത്തെങ്കിലും നടന്നില്ല കേട്ടോ. എല്ലാവരും അവശതയായിട്ടാണ് വന്നത്. ഫുഡൊക്കെ അടിച്ച് റെഡിയൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു അവശത വരുമല്ലോ. കല്യാണമൊക്കെ കൂടി വരുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. അപ്പം അങ്ങനെ പിന്നെ നമുക്ക് കുറച്ചുകൂടെ പോകാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് 2-3 സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ തിരക്കിൽ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമ്മൾ കൊച്ചിയിലായിരുന്നു കല്യാണത്തിന് പോയിരുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ ഒരു ഫാമിലി മെമ്പർ, അങ്ങനെ ആ ആൻറ്റിയുടെ വീട്ടിലേക്കാണ് പോയത്. ഈ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളവിടെ വിളിച്ച് സംസാരിച്ച് അമ്മയായിട്ട് അവർ നല്ല കമ്പനിയായി. അങ്ങനെ നമ്മളുടെ കല്യാണത്തിനും ഉണ്ടായിരുന്നു കേട്ടോ. അവർ എൻഗേജ്മെൻറ്റിനും കല്യാണത്തിനും എല്ലാത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അങ്ങനെ കല്യാണമൊക്കെ കൂടി വന്ന് ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് അന്നത്തെ വിശേഷങ്ങൾ. പിന്നെ മാലയുടെ കാര്യം, ഒരു മാലയുടെ പേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്ലറി. അപ്പം വേണ്ടവരെ ഇഷ്ടപ്പെട്ടവരൊക്കെ ആ പേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്ന കാര്യം കേട്ടോ, നമ്മൾ ഈ സാരി നേരത്തെ എടുത്ത് കണ്ടിട്ടുണ്ടല്ലോ, എവിടെ നിന്നായിരുന്നു സാരിയൊക്കെ മേടിച്ചിരുന്നത് എന്നൊക്കെ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ചേച്ചിയുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും കൂടെ ഞാൻ പറഞ്ഞേക്കാം. അമ്മയും ചേച്ചിയും എടുത്തിരുന്ന സാരി ജയലക്ഷ്മിന്ന്, ഞാൻ എടുത്തിരുന്നത് പോത്തീസിൽ നിന്നായിരുന്നു മേടിച്ചത്. നമ്മുടെ ഇവിടെ എറണാകുളത്ത് തന്നെ കേട്ടോ, അവിടെ നിന്നാണ് മേടിച്ചത്. അപ്പോൾ എല്ലാവരും അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. എല്ലാവർക്കും കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.